ആയിട്ട് അടുക്കളയിലൊക്കെ കയറി ഓരോന്ന് വെച്ചുണ്ടാക്കി നോക്കാനുള്ള ശുഷ്കാന്തിയൊക്കെ ചേട്ടന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കനോ മീനോ ഇറച്ചിയോ എന്നല്ല, നമ്മുടെ പൈനാപ്പിൾ ആണ്. അടുക്കളുടെ ഭാഗത്തേക്ക് പോലും വരാത്ത ആളാണ്. ഞാൻ പൈനാപ്പിൾ ചെത്തി കാണിച്ചു കൊടുക്കാട്ടെ, ആൾക്കറിയൊന്നുമില്ല. ഞാനൊന്ന് ഫസ്റ്റ് കാണിച്ചു കൊടുത്തു, പക്ഷെ ഒരേ വാശി ഫുൾ ആൾക്കെന്നെ ചെയ്യണമെന്ന്. അങ്ങനതെല്ലാം വെട്ടി നുറുക്കി നമ്മൾ ജാറിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ നോക്കി. പക്ഷെ പണി പാളി, ഒന്നും അറിയണില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ പൈനാപ്പിളും കൂടി ഇട്ട മിക്സിക്ക് താങ്ങണ്ടേ, സോറി ജാറിന് താങ്ങണ്ടേ. അപ്പൊ നമ്മൾ അതിന് കുറച്ചതേ മാറ്റിയിട്ട് കുറച്ചേശ്ശെ അരച്ചെടുത്ത് തുടങ്ങിയിട്ട് അരക്കണ സൗണ്ട് കേട്ടപ്പോൾ തേജ് വന്ന് എന്തോ കാര്യമായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്ത് ക്ലാസ്സിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു ഗണപതിക്ക് കൊടുത്തു വിട്ടു. അപ്പൊ കുട്ടി സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കഴിച്ചു. എനിക്കാണെങ്കിൽ ഈ ജാറിലും ചട്ടിയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ഞാൻ തുടക്കം അങ്ങനെ തന്നെയാട്ടോ ചെയ്തത്. ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ജ്യൂസ് നന്നായി അരിപ്പയിലിട്ട് അരിച്ചിട്ടാട്ടോ എടുക്കാറ്. ചേട്ട അരിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഈ പൈനാപ്പിളിന്റെ അടിയിലുണ്ടാവണം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചു. ഇങ്ങനെ വെക്കാൻ പാടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.